സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും അക്ഷയതൃതീയ ആശംസകൾ. ഇന്ന് അക്ഷയതൃതീയ. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ മൂന്നാമത്തെ തിഥിയാണ് അക്ഷയതൃതീയയായി ആഘോഷിക്കുന്നത്. മഹാവിഷ്ണു പരശുരാമനായി അവതരിച്ചത് ഈ ദിനമാണത്രേ. അതുപോലെ തന്നെ ഗംഗാദേവി സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്കിറങ്ങിയ പുണ്യ ദിവസം കൂടിയാണ് ഇന്ന്. വേദവ്യാസൻ മഹാഭാരതം എഴുതിയതും ഈ അക്ഷയതൃതീയ പുണ്യദിനത്തിലാണ്. കൃഷ്ണൻ കുചേലനെ കാണാൻ പോയത് ഓർമ്മയുണ്ടോ? ആ പുണ്യദിനവും അക്ഷയതൃതീയയിലാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ന് ചെയ്യുന്ന ഏതൊരു ദാനധർമ്മങ്ങളും ഇരട്ടി ഫലം നൽകുമെന്ന് പുരാണങ്ങളിലും പറയുന്നു. ദേവന്മാർക്ക് പോലും വന്ദനീയമായ ദിവസമാണ് അക്ഷയതൃതീയ. എല്ലാവരിലേക്കും അക്ഷയതൃതീയയുടെ ഭാഗ്യവും പുണ്യവും വന്നു നിറയട്ടെ. ഇതിഹാസമായ മഹാഭാരതത്തിലെ ഇതിഹാസ നായകന്മാരായ പാണ്ഡവർക്ക് ഈ ദിവസമാണ് അക്ഷയപാത്രം ലഭിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇത് കാട്ടിലെ വനവാസത്തിനിടയിൽ അവർ ഒരിക്കലും പട്ടിണി കിടന്നിട്ടില്ലെന്ന് ഉറപ്പാക്കുന്നു. അതും അക്ഷയതൃതീയയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന കഥകളിൽ ഒന്നാണ്. അതിനാൽ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനും സംഭാവനകൾ നൽകുന്നതിനും പുതിയ പദ്ധതികൾ ആരംഭിക്കുന്നതിനും ഇത് ശുഭദിനമായി കണക്കാക്കപ്പെടുന്നു. അക്ഷയതൃതീയ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യത്യസ്ത രീതികളിലാണ് ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ കിഴക്ക്, വടക്കു കിഴക്കൻ ഭാഗങ്ങളിൽ ആളുകൾ സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ദേവതയായ ലക്ഷ്മി ദേവിയെ ആരാധിക്കുകയും ഭാഗ്യത്തിനും വിജയത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ തെക്കൻ മേഖലയിൽ സ്വർണത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നു. ഇന്നേ ദിവസം സ്വർണം വാങ്ങുന്നത് ഐശ്വര്യവും ഭാഗ്യവും കൊണ്ടുവരുന്നു എന്ന് വിശ്വാസം. അതുപോലെ തന്നെ ഏതൊരു പുതിയ കാര്യം തുടങ്ങുന്നതിനും അക്ഷയതൃതീയ ഏറ്റവും നല്ല ദിവസമായി കണക്കാക്കപ്പെടുന്നു. ദിവസവും ആരംഭിക്കുന്ന ഏതൊരു സംരംഭവും അഭിവൃദ്ധി പ്രാപിക്കുമെന്ന് കരുതുന്നു. അതുകൊണ്ടുതന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ആളുകൾ ഈ ദിവസം പുതിയ ബിസിനസ്സുകൾ തുടങ്ങാൻ തിരഞ്ഞെടുക്കുന്നു, അല്ലെങ്കിൽ കാര്യമായ നിക്ഷേപങ്ങൾ നടത്തുന്നു. ചുരുക്കി പറഞ്ഞാൽ സമൃദ്ധി, വിജയം, പുതിയ തുടക്കങ്ങൾ എന്നിവയുടെ ആഘോഷമാണ് അക്ഷയതൃതീയ. ദേവീദേവന്മാരുടെ അനുഗ്രഹം തേടാനും ആത്മവിശ്വാസത്തോടെ പ്രതീക്ഷയോടെ പുതിയ സംരംഭങ്ങളും നിക്ഷേപങ്ങളും ആരംഭിക്കേണ്ടതായ സമയം കണക്കാക്കാനും ഈ ദിവസം ഉപയോഗിക്കുന്നു. അക്ഷയതൃതീയയുമായി ബന്ധപ്പെട്ട് വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ശുഭമുഹൂർത്തം എന്നിവ ആളുകൾ നോക്കി ഈ ദിവസത്തെ പ്രയോജനപ്പെടുത്തുന്നു. ഏവർക്കും അക്ഷയതൃതീയയുടെ ഭാഗ്യം ജീവിതത്തിലേക്ക് വരട്ടെ. ഐശ്വര്യപൂർണമായ ദിനങ്ങൾ ഏവരെയും കാത്തിരിക്കുന്നു. അക്ഷയതൃതീയ ആശംസകൾ.